രാധേ രാധേ, ഗുഡ് മോർണിംഗ്. പൂക്കളുടെ ആയുസ് എത്രയാണെന്നറിയാമോ? സാധാരണഗതിയിൽ 24 മണിക്കൂറാണ്. പിന്നെ റോസ് തുടങ്ങിയ ചില അപൂർവം പുഷ്പങ്ങൾക്ക് 3 ദിവസം വരെ ആയുസുണ്ട്. അപ്പൊ ചെടികൾക്കും പൂക്കൾക്കും ഒക്കെ ജീവനുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പശുക്കളെയും കോഴിയെയും ഒക്കെ കൊല്ലുന്നത് പോലെ മഹാപാപമാണ് പൂക്കൾ ഇറുക്കുന്നത്. ആകെ 24 മണിക്കൂർ അല്ലെങ്കിൽ 3 ദിവസമാണ് അതിൻ്റെ ആയുസ്. അത്രയും ദിവസം പോലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു മഹാപാപമാണ്. ജനിച്ച് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് പാപമാണെങ്കിൽ, ജനിച്ച് 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ചെടിയുടെ കുഞ്ഞായ പൂവിനെ ഇറുത്തെടുത്ത് കൊല്ലുന്നതും എന്താണ്? പാപമാണ്. നിങ്ങൾ അങ്ങേയറ്റം പൂക്കൾ ഉപയോഗിക്കുന്ന ഒരു രംഗം വിവാഹമാണ്. ആ 1 മിനിറ്റിന് വേണ്ടി നിങ്ങൾ എത്ര പൂക്കളെയാണ് കൊല്ലുന്നതെന്നറിയാമോ? അതൊരു മംഗളകർമ്മമാണ്. ആ മംഗളകർമ്മത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൂട്ടത്തോടെ പൂക്കളെ കൊല്ലുന്നത്? ഇതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പൂമാലയല്ല, ഗുരുവായൂർ അമ്പലത്തിൽ തുളസിമാലയാണ് ഇടുന്നത്. ഒരു പൂക്കളെപ്പോലും കൊല്ലാൻ അവിടെ ഗുരുവായൂരപ്പൻ അനുവദിക്കില്ല. പൂക്കൾ എപ്പോഴും ഭഗവാന് വേണ്ടിയുള്ളതാണ്. കാരണം ചെടിയിൽ നിന്ന് നിങ്ങൾ പൂക്കൾ ഇഴുത്തെടുക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ മാറിടത്തിൽ വീഴാനാണെങ്കിൽ ആ പൂവിന് മോക്ഷം കിട്ടും. അതുകൊണ്ട് അവർക്ക് ആ മരണം വളരെ സന്തോഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ പൂക്കൾ ഇറുത്തെടുക്കുന്നത് മരണത്തിനാണ്. ഒരാൾ മരിച്ചാൽ എത്ര പൂക്കളാണ് അത്! 1 മിനിറ്റിന് വേണ്ടി അല്ലെങ്കിൽ അരമണിക്കൂർ ബോഡി എടുക്കുമ്പോൾ ആ പൂക്കളെ നിങ്ങൾ ചവിട്ടി തേച്ചെടുത്ത് കളയുന്നത് കാണാം അല്ലേ? ദേ നോക്കൂ, ഇത് മനസ്സിലാക്കിയിട്ടാണ് പ്രകൃതി സ്നേഹിയായ ഒരു MLA കേരളത്തിനുണ്ടായിരുന്നു, PT തോമസ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അദ്ദേഹം മരിച്ചാൽ ആരും പൂമാല കൊണ്ട് വെക്കരുത് എന്ന്. അതുപോലെ അവർ നടപ്പിലാക്കുകയും ചെയ്തു. ഒരു നല്ല മനുഷ്യൻ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് പൂക്കള് നിങ്ങൾ ഒരു കാരണവശാലും ഇറുക്കുകയില്ല എന്നൊരു നിലപാടെടുക്കണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഒരു നിലപാടെടുക്കുക. വിവാഹത്തിന് ഞങ്ങൾ പൂമാല ഉപയോഗിക്കില്ല, തുളസിമാല. എൻ്റെ മരണത്തിന് ഏത് വേണ്ട, പൂക്കൾ വേണ്ട എന്ന് ബന്ധുക്കളോട് പറയുക. കാരണം പൂക്കൾ ആർക്ക് വേണ്ടി മാത്രമുള്ളത്? ഭഗവാന് വേണ്ടി മാത്രമുള്ളതാണ്. പൂക്കളെ കൊല്ലുന്നത് മഹാപാപമാണ്. അതേ കണക്ക് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അമ്പലത്തിൽ നിന്ന് നേർച്ചയായി കിട്ടുന്ന പൂക്കള് പെൺകുട്ടികൾക്ക് ശിരസിൽ ചൂടുകയും ചെയ്യാം. അങ്ങനെ പൂക്കളെ കൊന്നിട്ട് ഞാൻ അറിഞ്ഞൊരു പാപവും ചെയ്തിട്ടില്ലേ എന്ന് പറയരുത്. അരുതേ, അരുതേ, കൊല്ലരുതേ, പൂക്കളെ കൊല്ലരുതേ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.